കുട്ടി എപ്പോഴാണ് നടപടി എന്നത് പ്രധാനമല്ലേ? നാളെ CPM-ന്റെ സുപ്രധാന സെക്രട്ടേറിയറ്റ് ചേരാനിരിക്കുന്നു. പി ശശിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മേൽ വലിയ ചർച്ച നടക്കും എന്നുള്ള സൂചനകൾ അവിടെ വരുന്നു. കാരണം പാർട്ടി പരിശോധിക്കും ആരോപണങ്ങൾ എന്ന് നേരത്തെ തന്നെ പരസ്യമായി നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു. അതവിടെ നിൽക്കുന്നു. അതോടൊപ്പം ഇതാ ബ്രാഞ്ച് കമ്മിറ്റികളിൽ ഉയർന്ന അതിശക്തമായ വിമർശനം ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ. അപ്പോൾ ഇന്നത്തെ നടപടി, ഈ നിമിഷത്തെ നടപടി പ്രധാനമല്ലേ? അല്ല, പ്രധാനം തന്നെയാണ്. പക്ഷേ ഈ നടപടി അങ്ങനെ ഒരു എന്താ പറയുക വൈകിയ നടപടിയാണ് എന്ന മട്ടിലുള്ളൊരു നിലവിലിരുത്തൽ എനിക്കില്ല. കാരണം 2 ദിവസം മുമ്പാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടത്. സർക്കാരിന് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനും അതിന് ബോധ്യപ്പെടാനുള്ള ചില ഒരു നടപടിക്രമങ്ങളുണ്ട്. പോലീസ് അസോസിയേഷൻ പുറത്തുവിട്ട ശേഷം, റിപ്പോർട്ടറിലൂടെ പുറത്തുവിട്ട ശേഷം, അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അല്ല, ഒക്കെ ശരിയാണ്. ഞാൻ പറഞ്ഞില്ലേ, അന്ന് തന്നെ മുഖ്യമന്ത്രി ആ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് പോലീസ് അസോസിയേഷൻ യോഗത്തിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്, വിശദമാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നടപടി വൈകിപ്പോയി എന്നുള്ള ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല. സാധാരണ നിലയിൽ സർക്കാരിന് പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള വേഗത്തിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. പക്ഷേ ഇനിയുള്ള കാര്യം, ഈ SP ഒന്നും ഒരു വലിയ കാര്യമല്ല. ADGP-യും പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, അവരെ പറ്റി വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയും സർക്കാരും എന്ത് നടപടി എടുക്കുന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഓരോ മണിക്കൂറിലും പോസ്റ്റുകൾ ഇങ്ങനെ മാറ്റി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വിക്കറ്റ് വീണു. അതെ, അദ്ദേഹം 1ാം വിക്കറ്റിനെ കുറിച്ചല്ലേ പറഞ്ഞുള്ളൂ. വിക്കറ്റ് 10 ഉണ്ടാവില്ല സാധാരണ ഒരു കളിയിൽ, ഒരു വിക്കറ്റല്ലേ വീണുള്ളൂ. അപ്പോൾ ധാരാളം കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രിയും സർക്കാരും എന്ത് നടപടി എടുക്കുന്നു എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ. എന്തായാലും ശരി, ശശി അടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് നടപടി എടുക്കുന്ന ഒരു സാഹചര്യം വന്നാൽ കുറെ കൂടി ആത്മാർത്ഥമാണ് സർക്കാരിൻ്റെ സമീപനം എന്ന് പറയാൻ പറ്റും. അതല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ഒരു ചൊട്ടുവിദ്യ എന്ന മട്ടിലാണ് നമുക്കതിനെ കാണാൻ കഴിയുക. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, അങ്ങനെയാണോ ഇപ്പോൾ സുജിത് ദാസിൽ തുടങ്ങി അങ്ങ് പി ശശിയിൽ എത്തി നിൽക്കും എന്നാണോ ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടത്? ഗവൺമെന്റിന്റെ നിലപാട് വളരെ വ്യക്തമാണ് സ്മൃതി. കാരണം ഈ സംഭവം വന്നിട്ട് 3-4 ദിവസമേ ഉള്ളൂ. സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്ത് ഈ സംഭവം കൊണ്ട് മാത്രമല്ല, ഈ സംഭവം കൊണ്ട് സസ്പെൻഡ് ചെയ്യാനുള്ള സമയമായില്ല. കാരണം ഒരു IPS ഓഫീസറെ അങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തത് അദ്ദേഹത്തിനെതിരെ വന്നിരുന്ന കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്, അജിതാഭിഗത്തിൻ്റെ റിപ്പോർട്ട്, ഇതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്. അല്ലെങ്കിൽ ആ സസ്പെൻഷൻ അസാധുവായി പോകും. തീർച്ചയായിട്ടും ഗവൺമെൻറ് വളരെ ശക്തമായിട്ട് നല്ല രീതിയിൽ പോകുന്നു. പിന്നെ സ്മൃതി പറഞ്ഞൊരു കാര്യം, ഒരു പോംവഴിയില്ലാതെ ചെയ്തുകൊണ്ടാണ്, അല്ല, ഇത് ആദ്യത്തെ നടപടിയുമല്ല. ഈ PV അൻവറിൻ്റെ കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ എന്താ ചെയ്തത്? അന്ന് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരസ്യമായി അന്വേഷണത്തിന് ഉത്തരവിട്ടു. അതായിരുന്നു 1ാമത്തെ നടപടി. 2ാമത്തെ നടപടി സുജിത് ദാസിനെ ആ പദവിയിൽ നിന്ന് മാറ്റി നിർത്തി. ഇപ്പോൾ 3ാമതായിട്ട് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. തുടർന്ന് ഞാൻ തുടക്കത്തിലെ ചർച്ചയിൽ പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഈ റിപ്പോർട്ടുകൾ കിട്ടുന്നതനുസരിച്ച്, തെളിവുകൾ കിട്ടുന്നതനുസരിച്ച് ശക്തമായ നടപടികളുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകും. എത്ര ഉന്നതരായിരുന്നാലും അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ശരി, നമുക്ക് നോക്കാം. എത്ര ഉന്നതനായാലും എന്ന് പറയുമ്പോൾ അത്ര ഉന്നതരിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ യാഥാർത്ഥ്യം.